മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവിനോടുള്ള ഒരു അഭിഭാഷകന്റെ തുറന്നെഴുത്താണിത്. സമകാലിക വിഷയങ്ങളിൽ എപ്പോഴും തുറന്നു പ്രതികരിക്കുന്ന അഡ്വക്കേറ്റ് റോയ് തോമസ് ഈ കാലഘട്ടത്തിലെ സീറോ മലബാർ സഭയെ ഏതു വിധേനയും തകർക്കാൻ ശ്രമിക്കുന്ന സഭയ്ക്കുള്ളിലും പുറത്തുനിന്നുമുള്ള ക്ഷുദ്രശക്തികൾക്കെതിരെ ഇനിയും തുറന്ന സമീപനത്തോടെ തങ്ങൾക്ക് കാത്തിരിക്കാനാവില്ല എന്നും അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് പൂഞ്ഞാറിലെ സംഭവമെന്നും സഭയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും താഴ്മയോടെ തുറന്നെഴുതുകയാണ് ഈ അഭിഭാഷകൻ. അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിന് സീറോ മലബാർ സഭയിലെ ഒരു അംഗം ആദരപൂർവ്വം സമീപിക്കുന്ന തുറന്ന കത്ത്. അഭിവന്യ പിതാവെ, സഭയുടെ കേന്ദ്രമായ എറണാകുളത്ത് ഏതാനും വൈദികരും അവരുടെ ഒത്താശക്കാരായ ചില ആളുകളും ചേർന്ന് സഭയെ തകർക്കാൻ നടത്തുന്നതും ശീഷ്മിയുടെ നിർവചനത്തിൽ വരുന്നതുമായ പ്രവർത്തനങ്ങൾക്കെതിരായി നടപടികൾ ഉണ്ടാകുമെന്ന് അങ്ങ് സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായി സ്ഥാനമേറ്റതിനു ശേഷം പ്രതീക്ഷിച്ചിരുന്നു. ഭിന്നിപ്പുണ്ടാകുന്നവരോട് ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്ന സമീപനം സ്വീകരിക്കുന്നത് ഗുണകരമാവില്ല എന്നത് അഭിവന്യ ആലഞ്ചേരി പിതാവിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമായതാണ്. വിമത നിലപാട് സ്വീകരിച്ച ധിക്കാരികളായ വൈദികർക്കും അവരുടെ പിണിയാളുകൾക്കുമെതിരായി സഭാ നിയമങ്ങൾ അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമായിരുന്ന സന്ദർഭങ്ങളിൽ ആലഞ്ചേരി പിതാവ് ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗം സ്വീകരിച്ചു എന്ന ആക്ഷേപം പലർക്കുമുണ്ട്, എനിക്കുമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് അങ്ങയുടെ വരവ് സഭയിൽ ഒരു പുതിയ പ്രഭാതം കൊണ്ടുവരുമെന്ന് സ്വപ്നം കണ്ടത്. ഇതൊരു വൈര നിര്യാതന ബുദ്ധിയിൽ ചിന്തിക്കുന്നതോ പറയുന്നതോ അല്ല, മറിച്ച് വിശുദ്ധ കുർബാന മധ്യേ പ്രാർത്ഥിക്കുന്ന ശാന്തി സമാധാനവും സഭയിൽ കളിയാടുന്നതിന് ആഗ്രഹിച്ചിരുന്നു, ഇപ്പോഴും ആഗ്രഹിക്കുന്നു. വെട്ടാൻ വരുന്ന പോത്തിനുള്ള മറുപടി ഉലക്കയുടെ മൂടിനുള്ള അടിയാണ്, വേദാന്തമല്ല എന്ന് ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലുണ്ട്. സഭയെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന വിശ്വാസികളായ ഞങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യങ്ങൾ വളരെയധികം ആശങ്കയുളവാക്കുന്നത് ഹൃദയപൂർവ്വം അങ്ങേ ധരിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനമായി സഭയുടെ സിനഡിനെതിരെയും സഭാ മേലധ്യക്ഷന്മാർക്കെതിരെയും പരസ്യമായ അനുസരണക്കേടും ധിക്കാരവും പ്രകടിപ്പിക്കുകയും ചെയ്തവരും അവരെ വ്യക്തിപരമായി പോലും അധിക്ഷേപിച്ചവരും വിശുദ്ധ കുർബാനയെ അവഹേളിച്ചവരുമായ വൈദികർ ഇന്നും അതേ നടപടികൾ അഹങ്കാരപൂർവ്വം തുടർന്നുകൊണ്ടിരിക്കുന്നു. അവർക്കെതിരായി സഭാ നിയമങ്ങൾ അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാത്തത് സഭ ദുർബലമായതിനാലാണ് എന്ന തോന്നൽ ഭൂരിപക്ഷം വരുന്ന സഭാ അംഗങ്ങൾക്കും മറ്റുള്ളവർക്കും പോലും ഉണ്ടാകുന്നതിനെ തെറ്റെന്ന് പറയാനാവില്ല. അത്തരമൊരു ചിന്ത ഇവിടത്തെ ബഹുസ്വര സമൂഹത്തിനുണ്ടാവുന്നത് തീർച്ചയായും സഭാ മക്കൾക്കെല്ലാം തന്നെ ഭാവിയിൽ ദോഷഫലങ്ങൾക്ക് കാരണമാകും. വേദിയിലിരിക്കുന്ന ആർച്ച് ബിഷപ്പിനെ വിരട്ടാൻ ഭരണാധികാരികൾക്ക് തന്റെ ഇടമുണ്ടാകുന്നത് നമ്മുടെ ഈ ദൗർബല്യം പ്രകടമാകുമ്പോഴാണ്. പള്ളിപ്പറമ്പിൽ മതഭ്രാന്തന്മാർ അതിക്രമിച്ചു കയറി വൈദികനെ ആക്രമിക്കുന്നതും അതുകൊണ്ട് തന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള നമ്മുടെ കരുത്ത് ചോർന്നു എന്ന് നാമും മറ്റുള്ളവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാർക്കും പുതിയ തലമുറയ്ക്കാകെയും എത്രമേൽ തെറ്റായ സന്ദേശമാണ് സഭയിലെ പ്രശ്നക്കാരായ വൈദികരും അവർക്ക് കൂട്ടുനിൽക്കുന്നവരും നൽകുന്നത്. ഇങ്ങനെ വൈദികരും വിശ്വാസികളും തമ്മിൽ തല്ലുന്ന സഭയിലെ വിശ്വാസി എന്ന് പറയുന്നതിൽ പ്രസക്തി നഷ്ടപ്പെട്ടതായി പലരും കണക്കാക്കുന്നു. മത്സര കുർബാനകൾ നടപ്പാക്കുന്ന പള്ളികളിൽ എന്തിന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് പുതിയ തലമുറ ചിന്തിക്കുന്നു. അവർ മാത്രമല്ല, വിമർശന ബുദ്ധിയ കാര്യങ്ങളെ നോക്കിക്കാണുന്ന വിശ്വാസികൾ പോലും ഈ തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. സഭയിൽ ശാന്തിയും ഐക്യവും കൊണ്ടുവന്നേ പറ്റൂ, അതിന് എന്തു മാർഗവും സ്വീകരിക്കുക, നടപടിയെങ്കിൽ തന്റെ ഇടത്തോടെ അതിനും തയ്യാറാവുക. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല സഭ എന്ന് ഞങ്ങൾ വിശ്വാസികൾക്ക് ഉറപ്പുണ്ട്. അധികാരമുണ്ടെന്ന് അങ്ങ് സ്വയം കരുതുന്നു എങ്കിൽ അങ്ങ് അധികാരിയായി മാറുക. ഞങ്ങൾക്ക് ഇനിയും കാത്തിരിക്കാനാവില്ല, കാരണം സഭയ്ക്ക് ദോഷമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയേ തീരൂ. അഡ്വക്കേറ്റ് റോയ് തോമസ്, ചങ്ങനാശ്ശേരി.